ഈ ഒരു സിമ്പിൾ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഡ് സ്പെൻഡിൽ തൗസൻഡ്സ് ഓഫ് റുപ്പീസ് സേവ് ചെയ്യാൻ പറ്റും. എന്താണെന്നല്ലേ, മെറ്റ ആഡ്സ് ആയിക്കോട്ടെ, ഗൂഗിൾ ആഡ്സ് ആയിക്കോട്ടെ, ബിഗിനേഴ്സ് വരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആണ്. നമ്മൾ ഇന്നൊരു ആഡ് പബ്ലിഷ് ചെയ്തു, ലൈവ് ആക്കി, വൈകുന്നേരം പോയിട്ട് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ബഡ്ജറ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്തു. പിറ്റേ ദിവസം പോയി നമ്മൾ അതിലെ ഹെഡ്ലൈൻസ് കുറച്ച് ചേഞ്ച് ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം പോയിട്ട് നമ്മൾ പിന്നെയും ബഡ്ജറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ കരുതുന്നത് എന്താ അറിയോ, നമ്മൾ ആഡ്സിന്റെ പെർഫോമൻസ് നമ്മൾ കൂട്ടി കൊടുക്കുകയാണെന്നുള്ളതാണ്. പക്ഷേ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെർഫോമൻസ് നമ്മൾ ഡൗൺഗ്രേഡ് ചെയ്യാണ്. നമ്മൾ ഇങ്ങനെ ഓരോ തവണ നമ്മൾ എഡിറ്റ്സ് കൊടുക്കുമ്പോഴും, അതായത് ഒരു ആഡ് പബ്ലിഷ് ചെയ്ത് 14 ഡേയ്സ് കഴിയാതെയാണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും ആ ആഡിന് വീണ്ടും അത് ലേണിംഗ് ഫേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ ആ ആൽഗോരിതത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിന് നിങ്ങൾ സമ്മതിക്കുന്നില്ല ഇതൊന്ന് ലേൺ ചെയ്യാൻ. നമ്മൾ ആഡ് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആഡ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ അസറ്റ്സും ഒരു സ്ഥലത്ത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. അതായത് അതിന് വേണ്ടിയിട്ടുള്ള ഹെഡ്ലൈൻസ്, കോപ്പീസ്, ക്രിയേറ്റീവ്സ്, ലാൻഡിംഗ് പേജ് ലിങ്ക്സ്, ലാൻഡിംഗ് പേജിൽ കൊടുക്കേണ്ട ബാക്കിയുള്ള വാട്സപ്പ് നമ്പേഴ്സ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് പക്ക ആക്കി വെക്കണം. കാരണം ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ആഡ് പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ പ്രോപ്പർ ആയി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ നമുക്ക് നല്ല രീതിയിൽ ആഡ് പ്ലാൻ ചെയ്ത് ലൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ലൈവ് ചെയ്തതിന് ശേഷം 40 ഡേയ്സിന് ശേഷം മാത്രം നിങ്ങൾ എഡിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് സോളിഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു ഡാറ്റ കുറച്ച് റിസൾട്ട്സ് കിട്ടും. ആ റിസൾട്ട്സിനെ വെച്ചിട്ട് ഡാറ്റ ഡ്രിവൻ ആയിട്ടുള്ള നിങ്ങൾക്ക് ഡിസിഷൻസ് എടുത്തിട്ട് എഡിറ്റ് ചെയ്യാം. ഓരോ തവണ ബഡ്ജറ്റ് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ തവണ എല്ലാ ദിവസവും നമുക്ക് സെർച്ച് ടേംസ് ആണെങ്കിലോ കീവേഡ്സ് ആണെങ്കിലോ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് നമ്മുടെ ആഡിനെ ഡൗൺഗ്രേഡ് ചെയ്യാണ് ചെയ്യുന്നത്, നമ്മൾ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യല്ല ചെയ്യുന്നത്. സോ ഡോണ്ട് ഡു ദിസ് മിസ്റ്റേക്ക്. It can save you thousands of rupees in ad spend and your ROIs will be better.